നൈൽ നദീതടവാസികളായ ഒരു ഗോത്രവർഗമാണ് മസായി. ഇവരുടെ വാസസ്ഥല പ്രദേശങ്ങൾ കെന്യയും ഉത്തര ടാൻസാനിയയുമാണ്. ഇവർ സംസാരിക്കുന്ന ഭാഷയെ മാ എന്ന് പറയുന്നു. ഡിങ്ക ജനതയുടെ ഭാഷയുമായി ഇതിന് സാമ്യമുണ്ട്. 2009 കനീഷുമാരി അനുസരിച്ച് ഇവരുടെ ജനസംഖ്യ 8,41,622 ആണ്. 1989 കനീഷുമാരിയിൽ ജനസംഖ്യയായ 3,77,089 നിന്ന് ഗണ്യമായ വർധനയായതുകൊണ്ട് വംശനാശ ഭീഷണി ഇല്ല എന്ന് അനുമാനിക്കാം. ടാൻസാനിയയിലെയും കെന്യയിലെയും സർക്കാരുകൾ ഇവരെ അവരുടെ നാടോടി ജീവിത രീതി ഉപേക്ഷിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഓക്സ്ഫാം പോലെയുള്ള സംഘടനകളുടെ അഭിപ്രായം ഇവരുടെ ജീവിത രീതി കാലാവസ്ഥ മാറ്റം പോലെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണെന്നാണ്. മസായികൾക്ക് മരുഭൂമി, അർദ്ധമരുഭൂമി പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാനുള്ള കഴിവുകളുണ്ട്. മസായികൾ ഏകദൈവ വിശ്വാസികളാണ്. അവർ ഒരു ഗോത്രദൈവമായ എങ്കായിയെ ആരാധിക്കുന്നു. എങ്കായിക്ക് 2 ഭാവങ്ങളുണ്ട്. ഈ ദൈവത്തിന്റെ ദുഷ്ട സ്വഭാവത്തിനെ എങ്കായി നരോദ് അഥവാ കറുത്ത ദൈവം എന്നും സൗമ്യഭാവത്തിനെ എങ്കായി നാന്യോക്കി ചുവന്ന ദൈവം എന്നും വിളിക്കുന്നു. മസായികളുടെ വിശ്വാസം അവരുടെ ദൈവം ലോകത്തുള്ള കന്നുകാലികളെയെല്ലാം അവർക്ക് നൽകിയിട്ടുണ്ടെന്നാണ്. അതുകൊണ്ടവർ മറ്റു ഗോത്രങ്ങളിൽ നിന്ന് കന്നുകാലികളെ മോഷ്ടിക്കുന്നത് മോഷണമായി കാണാറില്ല, മറിച്ച് അവർക്ക് അവകാശപ്പെട്ടത് തിരിച്ചു പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. മസായിക്കളുടെ പ്രധാന ആയുധം കുന്തവും പരിചയുമാണ്. മസായികളെക്കുറിച്ച് പൊതുവെയുള്ള ഒരു തെറ്റിദ്ധാരണ ആൺകുട്ടികൾ പ്രായപൂർത്തിയായ പുരുഷനായി എന്ന് തെളിയിക്കുന്നതിന് ഒരു സിംഹത്തെ ഒറ്റയ്ക്ക് കുന്തവുമായി നേരിട്ട് കൊല്ലണം എന്നതാണ്. ഇതൊരു പക്ഷേ പണ്ട് നിലനിന്നിരുന്ന ഒരു ആചാരമാവാം. എന്നാൽ ഇക്കാലത്ത് സിംഹവേട്ട കെന്യയിലും ടാൻസാനിയയിലും നിയമവിരുദ്ധമാണ്. കന്നുകാലികളെ ആക്രമിക്കുന്ന സിംഹങ്ങളെ പരമ്പരാഗതമായ രീതികൾ ഉപയോഗിച്ച് കൊന്നാൽ നിയമ നടപടികൾ ഉണ്ടാവില്ല. എന്നാലും സിംഹങ്ങൾ നേരിടുന്ന വംശനാശ ഭീഷണി മുൻനിർത്തി സിംഹത്തിനെ കൊല്ലുന്നതിനു പകരം കന്നുകാലിയുടെ വിലയായി സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക കൈപ്പറ്റാൻ ഇവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് പതിവ്.